നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ലേഖന ഭാഗങ്ങളിൽ അപ്പോസ്തലന്മാർ ലേഖനം എഴുതി അവസാനിപ്പിക്കുന്നത് പല സ്ഥലങ്ങളിലും ഒരു ആശീർവാദത്തോടുകൂടെയാണ്. ആ ആശീർവാദത്തിൽ ഇങ്ങനെ പറയുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന്. അല്ലെങ്കിൽ കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ, കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹ വചനങ്ങൾ നമ്മുടെ ആരാധനകളിലും മറ്റും അടിക്കടി ഉപയോഗിക്കാറുണ്ട്, ആശീർവാദമായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഒരു ആശീർവാദമാണ്. ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഇരിക്കുന്നതിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മോശയോട് ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പം പോരും എന്ന്. ഈ പുതുവർഷം അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം എന്നോടൊപ്പം ഇരിക്കണമേ എന്ന്. ഇന്നത്തെ ധ്യാനത്തിനായി നമുക്ക് വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-19 വചനങ്ങൾ ഇതിന് ആധാരമായി എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-19 വചനങ്ങൾ. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അവൻ ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ കർത്താവായ ദൈവമേ, ബേഥേൽ എന്ന് ലൂസ് എന്ന സ്ഥലത്തിന് പേർ വിളിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വായിച്ചിരിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവ സാന്നിധ്യം വഹിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയൊരു വെളിപ്പെടൽ ഞങ്ങൾക്കും ഈ പ്രഭാതത്തിൽ നൽകണമേ. യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടെ കയറുകയും ഇറങ്ങുകയുമായിരുന്നു എന്ന് ഞങ്ങൾ വായിച്ചിരിക്കുന്നു. അതുപോലത്തെ ഒരു ദൈവിക ഇടപെടൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തരയണമേ. കുറവുകളെ ക്ഷമിക്കണമേ, അവസ്ഥകളെ രൂപാന്തരപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കുമ്പോൾ എൻ്റെ വായിലുള്ള ഓരോ വാക്കുകളും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ധ്യാനം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. ബേഥേലിനെ കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നത് ആ സ്ഥലത്തിനുണ്ടായ ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. ആദ്യം ആ സ്ഥലത്തിൻ്റെ പേര് ലൂസ് എന്നായിരുന്നു. ദൈവ സാന്നിധ്യം എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ബേഥേൽ എന്ന വിഷയം അല്ലെങ്കിൽ എന്ന വാക്കൊരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല. ഈ വർഷം മറ്റൊന്നുമില്ലെങ്കിലും മറ്റാരുമില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ: താഴ്മയോടെ നമുക്ക് കർത്താവിൻ്റെ പാദങ്ങളിൽ പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ, അങ്ങ് എന്നോടൊപ്പം വരണമേ, അല്ലെങ്കിൽ അങ്ങയോടൊപ്പം യാത്ര ചെയ്യാൻ ഈ വർഷം എന്നെ സഹായിക്കണമേ. 2024 അവസാനം കാണാൻ ദൈവം കൃപ തന്നാൽ 24ൻ്റെ ഓരോ ദിവസങ്ങളും ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ എന്നെ സഹായിക്കണമേ എന്നായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. സ്തോത്രം. മറ്റൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ: കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ നടക്കാൻ ഐ വാണ്ട് ടു വാക്ക് വിത്ത് യു ലോർഡ്.
ഐ വാണ്ട് ടു ക്യാരി യുവർ പ്രസൻസ്. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വഹിക്കണം എന്നായിരിക്കട്ടെ. കഴിഞ്ഞ വർഷം ലോകം കണ്ട ഒരു വലിയ ഉണർവ് ആസ്ബറി റിവൈവൽ എന്ന പേരിലുണ്ടായി. ഒരു മെത്തഡിസ്റ്റ് കോളേജിൽ നടന്ന രാവിലെയുള്ള ഒരു ചാപ്പൽ സർവീസ്. സാധാരണ നടക്കുന്ന ഒരു ചാപ്പൽ സർവീസ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറച്ച് കുട്ടികൾക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. സാധാരണ ഉള്ളതിനേക്കാളും അവർ കുറച്ച് കൂടുതൽ സമയമെടുത്ത് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർക്ക് ആ സ്ഥലം വിട്ടുപോകാൻ കഴിയുന്നില്ല. അവർ പിന്നെയും കുറച്ച് സമയം കൂടെ അവിടെ ചെലവിടുന്നു. പ്രാർത്ഥന വർദ്ധിക്കുന്നു. അത് കൂടുതൽ മണിക്കൂറുകൾക്ക് വഴിമാറുന്നു. അത് ദിവസങ്ങൾക്ക് വഴിമാറുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരവിടെ ഓടിക്കൂടുന്നു. അടുത്ത നാളിൽ നടന്ന ഒരു പ്രതിഭാസമാണത്. അതിനെ ഒരു ആത്മീക പ്രതിഭാസം എന്ന് തന്നെ ഞാൻ കാണുകയാണ്. പാപബോധമുണ്ടാകുന്നു, ആൾക്കാർക്ക് നിലവിളിക്കുന്നു, മാനസാന്തരപ്പെടുന്നു, കർത്താവായ യേശുവിൻ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കുന്നു. ആ പ്രത്യേക സ്ഥലത്ത് എന്തോ ഒരു അനുഭവം ആൾക്കാർക്കുണ്ടാകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊന്നുമല്ല അത് വെറും വൈകാരികമായ ഇളക്കമോ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു വികാരമോ ഒന്നുമല്ല. ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വന്നു എന്നാണ്. ദൈവം എല്ലായിടത്തുമുണ്ട്. ദൈവം സർവവ്യാപിയാണ്, ഒമ്നിപ്രസൻ്റ് ആണ്. പക്ഷേ എന്നാലും നമ്മൾ എല്ലായിടത്തും ഇല്ല. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും ഒന്നുപോലെയല്ല. ആ പ്രത്യേക സ്ഥലത്ത് ദൈവ സാന്നിധ്യം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരവസ്ഥയുണ്ടായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടായി. എന്നാൽ എപ്പോഴും നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ നടന്നാലോ? 40 വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നു. എങ്ങനെ നടന്നു? പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭത്താലും അവർ നടക്കപ്പെട്ടു. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ജീവിതയാത്രയിൽ അങ്ങനൊരു അനുഭവം ഉണ്ടായിക്കൂടെ? ദൈവത്തോട് ചോദിച്ചുകൂടെ, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം നടക്കാൻ എന്നെ സഹായിക്കണമേ. ദൈവ സാന്നിധ്യം വഹിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ള ചില വ്യക്തികളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവരോട് നമ്മൾ ഇരുന്നാൽ, അവരോട് യാത്ര ചെയ്താൽ, അവരോട് വർത്തമാനം പറഞ്ഞാൽ നമുക്ക് ആ പ്രസൻസ്, ആ ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന്, പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള സെഖരിയ സ്റ്റാനി ഫോമമാണ്. അദ്ദേഹത്തോടൊപ്പം ചില ദിവസങ്ങൾ ചെലവിടാൻ എനിക്കൊരു അവസരം ലഭിച്ചു. അതൊരു വലിയ അനുഭവമായിരുന്നു. അദ്ദേഹം ഞാനുമായിട്ടുള്ള ഒരു സമ്പർക്കമുണ്ടായി, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് ബന്ധപ്പെടാൻ ഒരു അവസരം ദൈവം തന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടു. പക്ഷെ ആ ഒരു കൂടിക്കാഴ്ചയും കുറച്ച് ദിവസമുള്ള സമ്പർക്കവും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ് പ്രിയപ്പെട്ടവർ. അതായത് ഒരു വ്യക്തിയുടെ ഇടപെടൽ, ഒരു വ്യക്തിയുടെ ഇൻ്റർവെൻഷൻ, എൻകൗണ്ടർ വിത്ത് അവർ ലൈഫ്, ഒരു വ്യക്തിയുടെ പ്രസൻസ്. അടുത്തിടയ്ക്ക് ഞാൻ ഡൽഹിയിലെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ എന്നെ കാണാനായിട്ട് ഒരു സീനിയർ പട്ടക്കാരൻ വന്നു. അദ്ദേഹം എനിക്ക് മുൻപേ പരിചയമുണ്ട്. അദ്ദേഹം എന്നെയും വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ YMCA ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. എന്നോടുള്ള വളരെ സ്നേഹം കൊണ്ട്, അദ്ദേഹം ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഒരു സീനിയർ അച്ഛനാണ്, പട്ടക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്കിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ശരി, പോകാം എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം പോയി. അങ്ങനെ ഞങ്ങൾ YMCA പോയി. നല്ല ഭക്ഷണമാണ്. അവിടെ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പഴയ കഥകൾ പലതും പറഞ്ഞു. 1970 സ്ഥാപിതമായ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, കാലാകാലങ്ങളിൽ മാറി മാറി വന്ന നേതൃത്വങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ അദ്ദേഹം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മോഡറേറ്റർ ബിഷപ്പിനെ കുറിച്ച് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ മോഡറേറ്ററിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പലരും കാണാൻ വരും. 28 ഡയസിസ് ഇപ്പോഴുണ്ട്, അന്ന് 20-21 ഡയസിസുകളുണ്ട്. പലയിടത്തുനിന്നും ആൾക്കാർ, ഇന്ത്യയുടെ 22 സംസ്ഥാനങ്ങളിൽ 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നതാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, ഉത്തരേന്ത്യ സഭ. അപ്പോൾ അവിടെ നിന്ന് പലയിടത്തു നിന്നും ആൾക്കാർ കാണാൻ വരും. എല്ലാവരും പറയുന്നൊരു സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത്. അത് ഈ സീനിയർ അച്ഛൻ എന്നോട് പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ മോഡറേറ്ററുടെ മുറിയിൽ പലരും കാണാനായിട്ട് വരുമ്പോൾ ആ മുറിയിലേക്ക്
മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം ആ മുറിയിൽ ആൾക്കാർക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നാണ്. മാത്രമല്ല, രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് 2 മിനിറ്റിൽ കൂടുതൽ ആ മുറിയിൽ നമുക്ക് നിൽക്കാൻ പോലും കഴിയില്ല എന്നാണ്. 2 മിനിറ്റിൽ കൂടുതൽ ആ മുറിയിൽ നമുക്ക് നിൽക്കാൻ പോലും കഴിയില്ല. അത്ര ഹെവിനെസ് ഓഫ് ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം, ഒരു ബോധ്യം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ്. ചില അനുഭവങ്ങൾ ചില സ്ഥലങ്ങളിൽ വെച്ച് എനിക്കും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചില വ്യക്തികളോട് യാത്ര ചെയ്യുമ്പോൾ, ചില പ്രത്യേക ആരാധനകളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം വഹിക്കുന്നവരായി തീരുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ആടിയും പാടിയും ആരാധിച്ചും ആഘോഷിച്ചും സുഖിപ്പിച്ചും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തും ഒക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ ക്രിസ്തീയത എന്ന് പറയുന്നത്. ഒരുപാട് വഞ്ചനയും ചതിയും കളിപ്പീരും പറ്റിക്കലും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഒരു ആത്മീയ ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ വഹിക്കുന്നുണ്ടോ? വെറുതെ ഇമോഷണലായിട്ടുള്ള കുറേ പ്രകടനങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രകടനങ്ങളല്ല, പ്രത്യേകത യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവത്തോടും ദൈവം നിങ്ങളോടും ചേർന്ന് നടക്കുന്ന ഒരു വലിയ ആത്മീക തലം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ബൈബിൾ നമ്മളിൽ നിന്ന് ചോദിക്കുന്നുവെങ്കിൽ, അതിനുത്തരം പറഞ്ഞുകൊണ്ട് അതിനോട് ചേർന്ന് നടക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെയാണോ ജീവിക്കുന്നതെന്നാണ് ഈ പ്രഭാതത്തിൽ ബഥേലിനെ കുറിച്ച് വായിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. അപ്പനെ പറ്റിച്ച്, സഹോദരനെ പറ്റിച്ച് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, എന്നാൽ ജീവിതത്തിൻ്റെ പ്രത്യേക സന്ധിയിൽ അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ഒരു സന്ദർശനം ഉണ്ടാകുന്നതാണ് നാം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം വായിക്കുന്നത്. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടെ കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേര് വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. ദൈവ സാന്നിധ്യം പഠിക്കുമ്പോൾ ബഥേലിനെ കുറിച്ച് പഠിക്കാതിരിക്കാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. യാക്കോബിന് ബഥേലിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം ആ സംഭവമെല്ലാം. അറിഞ്ഞുകൂടാത്തവർ ദയവായി ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം വായിക്കണം. ഞാനത് വിശദീകരിക്കുന്നില്ല. എന്നാൽ ബഥേൽ നമ്മൾ സാധാരണ പറയുന്ന പേരാണ്, നമ്മുടെ വീടുകൾക്കൊക്കെ ഇടുന്ന പേരാണ്. ബഥേൽ, ബേത്ത് എന്ന് പറഞ്ഞാൽ വീട്, ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം. ബേത്ത് ഏൽ, ദൈവത്തിൻ്റെ വീട് എന്ന് പറയാം. നമ്മൾ സാധാരണ വീടുകൾക്കെല്ലാം ബഥേൽ എന്ന് പേരിടാറുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേരുകൾ ഇടാറുണ്ട്. യെരുശലേം കഴിഞ്ഞാൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട് കാണുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ പേരാണ് ബഥേൽ എന്നത്. ബൈബിളിൽ വളരെ പുരാതനമായ ഒരു പട്ടണമായിട്ടാണ് ഈ ബഥേലിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ പുരാതനമായ ഒരു പട്ടണമായിട്ടാണ്. BC 10-ാം നൂറ്റാണ്ട് മുതൽ ഈ പട്ടണം നമുക്ക് കാണാനായിട്ട് കഴിയും. ബൈബിളിൽ ആദ്യമായിട്ട് ഇത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യത്തിലാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ബഥേൽ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ ബഥേലിൻ്റെ അനുഭവം, കർത്താവ് കൂടെ നടക്കുന്ന അനുഭവം, ദൂതന്മാർ കയറി ഇറങ്ങും ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരങ്ങളിൽ, ആത്മാവിൽ, ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ, സഭകളിൽ, സമൂഹത്തിലെല്ലാം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന അനുഭവം നമുക്ക് നോക്കാം. ഉൽപ്പത്തി 12:8 അവിടെ എഴുതിയിരിക്കുന്നു, അവിടെയാണ് ആദ്യമായി ബഥേൽ എന്ന വാക്ക് കാണുന്നത്. അബ്രഹാം കനാനിൽ പ്രവേശിച്ച ശേഷം ശേഖേമിൽ താമസിക്കുന്നു. അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെടുകയും ചെയ്തു എന്നെഴുതിയിരിക്കുന്നു. ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി അദ്ദേഹം കൂടാരമടിച്ചു എന്നും രേഖപ്പെടുത്തുന്നു. അപ്പൊ അബ്രഹാം കൂടാരമടിച്ച ഒരു സ്ഥലമായിട്ടാണ് ബഥേലിനെ ഇവിടെ പരാമർശിക്കുന്നത്. ദൈവം ബഥേലിൽ വെച്ച് യാക്കോബിന് നൽകിയ വെളിപ്പെടൽ അബ്രഹാമിനോടുള്ള ഉടമ്പടി
സ്വീകരിച്ചതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഉൽപ്പത്തി 12:8 കനാനിൽ അബ്രഹാം പ്രവേശിച്ചപ്പോൾ ശേഖേമിൽ താമസിച്ച് അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു എന്ന് രേഖപ്പെടുത്തുമ്പോൾ അവിടെ വെച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട അബ്രഹാമിനോട് ദൈവം ഒരിക്കൽ കൂടെ കൊടുത്ത ഉടമ്പടിയുടെ ഒരു പൂർത്തീകരണമായിട്ട്, ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് ദൈവം യാക്കോബിന് ഉൽപ്പത്തി 28 വെളിപ്പെട്ടത് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് പഠാൻ അറാമിൽ നിന്ന് മടങ്ങി വന്ന സമയത്ത് യാക്കോബ് ഈ പട്ടണം പിന്നെയും സന്ദർശിച്ചതായി ഉൽപ്പത്തി 35:7 പറയുന്നു. 35:8 വായിക്കുമ്പോൾ റബേക്കയുടെ ധാത്രിയായ അല്ലെങ്കിൽ റബേക്കയുടെ നേഴ്സായ ദെബോറ മരിച്ചപ്പോൾ യാക്കോബ് അവരെ ബഥേലിന് താഴെയുള്ള കരുവേലകത്തിന് കീഴടക്കി എന്ന് രേഖപ്പെടുത്തുന്നു. നമ്മൾ തുടർന്ന് അങ്ങോട്ട് പഠിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം 21, 22 വാക്യങ്ങൾ പഠിക്കുമ്പോൾ കനാൻ അക്രമത്തിന് ശേഷം ഇസ്രായേൽ ജനം വാഗ്ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ബഥേൽ എന്ന സ്ഥലം ബെന്യാമീൻ ഗോത്രത്തിന് അവകാശമായി കൊടുത്തു. പ്രിയപ്പെട്ട ഗോത്രമാണ്, അവകാശമായി കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 22 മുതൽ 26 വരെ വായിക്കുമ്പോൾ യോസഫിന്റെ സന്തതികൾ ദൈവനിയോഗത്താൽ ബഥേലിനെതിരെ ചെന്ന് അതിനെ പിടിച്ചടക്കി എന്ന് കാണുന്നു. ന്യായാധിപന്മാരുടെ കാലം വരെ, അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ കാലം വരെ അങ്ങനെ തന്നെ പറയാം, പല പല അവസ്ഥാന്തരങ്ങളിലൂടെ ബഥേലിലുള്ള താമസവും ജീവിതവും ഒക്കെ കടന്നുപോയെങ്കിലും അത് ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ദർശനത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിശുദ്ധന്മാർ പിന്നെയും പിന്നെ സന്ദർശിക്കുന്നതിൻ്റെയും ഒരു സ്ഥലമായി ബഥേലിനെ നമ്മൾ കാണുന്നു. അത് ദൈവത്തിൻ്റെ ഭവനമായി കാണുന്നു. ദൈവത്തിൻ്റെ ഭവനം എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു സ്ഥലത്തിനല്ല പ്രത്യേകത. നമുക്കറിയാം 1 കൊരിന്ത്യർ 3:16, 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലൊക്കെ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ശരീരം ദൈവത്തിൻ്റെ മന്ദിരം, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നൊക്കെയാണ്. മാത്രമല്ല ദൈവസഭ ദൈവത്തിൻ്റെ മന്ദിരം എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവസഭയിൽ 2-3 പേർ കൂടുന്നിടത്ത് കർത്താവുണ്ട്, കർത്താവോടെ വസിക്കുന്നുണ്ട് എന്നൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ദൈവം നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ദൈവ സാന്നിധ്യം എപ്പോഴും തരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും ബഥേലിന് കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അതും കൂടെ നമ്മൾ അറിയണം. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 20-ാം അധ്യായം അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ന്യായാധിപന്മാരുടെ കാലത്ത് എഫ്രൈം ഗോത്രത്തിന്റെ പാപം കാരണമായി ഇസ്രായേല്യർ അവർക്കെതിരെ നീങ്ങി. അപ്പോൾ ദൈവഹിതം അറിയുന്നതിന് അവർ ബഥേലിലേക്ക് പോയി. കാരണം ഇക്കാലത്ത് ദൈവത്തിന്റെ പെട്ടകം ബഥേലിലായിരുന്നു ഇരുന്നത് എന്ന് 20-ാം അധ്യായം 18-ാം വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു. ന്യായപാലനം ചെയ്യുന്നതിനും ആരാധന കഴിക്കുന്നതിനും ശമൂവേൽ പ്രവാചകൻ അടിക്കടി ബഥേലിൽ പോകുമായിരുന്നു എന്ന് 1 ശമൂവേൽ 7:16 10:3 നമ്മൾ വായിക്കുന്നു. നോക്കിയേ, അപ്പോൾ അതൊരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായി ശമൂവേൽ പ്രവാചകനും കണ്ടിരുന്നു. ന്യായപാലനം ചെയ്യാനും ആരാധന കഴിക്കാനും ശമൂവേൽ പ്രവാചകൻ ഇടയ്ക്കിടെ ബഥേലിലേക്ക് പോകുമായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. ഞാൻ പിന്നെയും പറയട്ടെ, തുടർന്ന് യൊരോബെയാമിന്റെ കീഴിൽ വടക്കേ രാജ്യത്തിലെ ഒരു പ്രമുഖ പട്ടണമെന്ന രീതിയിൽ ബഥേൽ വളർന്നു. എന്നാൽ ഒടുവിൽ നിർഭാഗ്യവശാൽ ക്രമേണ ദൈവിക വെളിപ്പാടിനും ആരാധനയ്ക്കും ഖ്യാതി നേടിയ ബഥേൽ വിഗ്രഹാരാധനയുടെ വിളനിലമായി മാറി. ബഥേലിൽ യൊരോബെയാം 2 സ്വർണ്ണ കാളക്കുട്ടികളെ പ്രതിഷ്ഠിച്ചു. തന്റെ രാജ്യത്തിലെ പ്രജകൾ ആരാധനയ്ക്കായി യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടി യൊരോബെയാം ചെയ്ത ഒരു കുബുദ്ധിയായിരുന്നു ഇതെന്ന് 1 രാജാക്കന്മാർ 12-ാം അധ്യായം 26 മുതൽ 30-ാം വാക്യം വരെ വായിക്കുമ്പോൾ കാണുന്നു. അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം, ആരാധനയുടെ സ്ഥലം, പ്രവചനത്തിന്റെ സ്ഥലം, പ്രവാചകന്മാർ പോകുന്ന സ്ഥലം, പിതാക്കന്മാരുടെ സ്ഥലം ഇന്നതെന്തായി? യൊരോബെയാമിന്റെ കാലത്ത് അത് വിഗ്രഹാരാധനയുടെ സ്ഥലമായി മാറുകയാണ്. അഹങ്കാരത്തിന്റെ സ്ഥലമായി, തിന്മയുടെ സ്ഥലമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, പഴയ കാലത്ത് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ മാതാപിതാക്കന്മാർ
കണ്ണുനീരോടെ പാട്ടുപാടി. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിതാ പാട്ടുപാടുന്നു എന്നും, ഉഷകാലം നാം എഴുന്നേൽക്കുക എന്നുള്ള പാട്ടും, അതിരാവിലെ തിരുസന്നിധിയിൽ എന്നുള്ള പാട്ടൊക്കെ പാടി ആരാധിക്കുന്ന ഒരു കാലം. ആരാധനയുടെ കേന്ദ്രമായിരുന്നു നമ്മുടെ ഭവനങ്ങൾ, മാസയോഗങ്ങൾ, കൂട്ടായ്മ പ്രാർത്ഥനകൾ. അടുത്തിടയ്ക്ക് നമ്മുടെ GMAയുടെ തന്നെ വൈസ് പ്രസിഡന്റായ KJ ചെറിയാൻ അവർക്ക്, അദ്ദേഹത്തിന് 87 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിനോട് പറയുകയാണ്, അച്ചോ ഇപ്പോൾ കൂട്ടായ്മകളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കൂട്ടായ്മ നടക്കുന്നുണ്ട്, ആൾ വളരെ കുറച്ചേ ഉള്ളൂ. എന്നാലും അദ്ദേഹം പറയുകയാണ്, ഇന്ന് പല വീടുകളിലും കൂട്ടായ്മകളില്ല. പണ്ട് കൂട്ടായ്മകളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഉപദേശിമാർ, പ്രാർത്ഥന നടത്തുന്നവർ, ഇന്ന് അങ്ങനെയുള്ള പ്രാർത്ഥനകളില്ലാതെ, കൂട്ടായ്മകളില്ലാതെ വേദനകളിലായിരിക്കുന്നു. കൂട്ടായ്മകളില്ല. ജനങ്ങൾ ഇന്ന് ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല. കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള കൂട്ടായ്മകൾ, പ്രാർത്ഥനകൾ നിന്നുപോയി. കോവിഡ് വരുത്തിയ ഒരു വലിയ ദുരന്തമാണത് എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സമയം സംസാരിച്ചു. പഴയ കാലത്ത് മാസയോഗങ്ങൾ, പ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥനകൾ വീടുകളിൽ, കൂട്ടായ്മകൾ വീടുകളിൽ, കുടുംബ പ്രാർത്ഥനകൾ, രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനകൾ അത് നടത്താനുള്ള ആൾക്കാർ, മാസയോഗങ്ങൾ നടത്താനുള്ള ആൾക്കാരൊക്കെ വരുമായിരുന്നു. പ്രാർത്ഥനാ മുറി ഉണ്ടായിരുന്നു, പ്രാർത്ഥനക്കാർ വരുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയത, ഒരു ബഥേലിൻ്റെ അനുഭവം നമുക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നടക്കുന്നതായിരുന്നു നമ്മുടെ പിതാക്കന്മാർ. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വെല്ലുവിളികളും വേദനകളും ദാരിദ്ര്യവും കാഷ്ടതയും ഞെരുക്കവും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിലൂടെ അവർ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്തു. ഇന്ന് നമുക്ക് പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, യാത്ര ചെയ്യാൻ വാഹനങ്ങളുണ്ട്. ഇന്നെല്ലാ സൗകര്യങ്ങളും ഉണ്ടായപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ബഥേലിൻ്റെ അനുഭവമാണ്. യെരോബെയാമിനെ പോലെ സത്യദൈവത്തെ ആരാധിക്കാതെ, സത്യദൈവത്തെ വിട്ട് വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി വഴിമാറുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് മറ്റു പല വഴികളിലേക്ക് ലോകം പോവുകയാണ്. ഇവിടെ ബഥേലിലേക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. ദൈവ സാന്നിധ്യത്തെ ഓർപ്പിക്കുകയാണ് ബഥേൽ. ഈ പ്രഭാതത്തിൽ, ഈ വർഷത്തിൻ്റെ ഒന്നാമത്തെ 2ാം ശനിയാഴ്ചയിൽ നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ പുതിയ വർഷം എൻ്റെ ജീവിതത്തിൽ ഒരു ബഥേലിൻ്റെ അനുഭവമായി, ദൈവസ്ഥാനത്തിൻ്റെ അനുഭവമായി എനിക്ക് മടക്കി തരണമേ. ദൈവം വസിക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നമുക്ക് ഇനിയും പഠിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 32 വരെ വായിക്കുക. അവിടെ പറയാണ്, ഒരു ദൈവപുരുഷൻ വന്നു വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ബഥേലിൽ. 2 ദിനവൃത്താന്തം 13-ന്റെ 19-20 വാക്യം തുടർന്ന് പഠിക്കുകയാണ് നമ്മൾ. അവിടെ യഹൂദയിലെ അബിയ രാജാവ് ബഥേലിനെ യെരോബെയാമിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നതായി നമ്മൾ കാണുകയാണ്. 2 രാജാക്കന്മാർ 10-28-29 വായിക്കുമ്പോൾ, യേഹു ബാലിനെ ഇസ്രായേലിൽ നശിപ്പിച്ചെങ്കിലും ബഥേലിലെയും ദാനിലെയും കാളക്കുട്ടികളെ നശിപ്പിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമോസിന്റെ പുസ്തകം 3-14, 4 മുതൽ 6 വരെ, ഹോശയ 4-15 പഠിക്കുമ്പോൾ ആമോസും ഹോശയയും ബഥേലിൽ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പ്രവചിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഏലിയാവിൻ്റെയും എലിശയുടെയും കാലത്ത് ബഥേലിൽ ഒരു പ്രവാചക ഗണം തന്നെ ഉണ്ടായിരുന്നു എന്ന് 2 രാജാക്കന്മാർ 2-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ കാണുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആ ബഥേൽ ആത്മീയമായി അധപ്പതിച്ചെങ്കിലും വിഗ്രഹാരാധനയുടെ വിളനിലമായി മാറിയെങ്കിലും ദൈവം ഒരിക്കലും തൻ്റെ ജനത്തെ നശിച്ചു പോകാൻ അനുവദിക്കുകയില്ല. 2024 നമ്മുടെ വാഗ്ദത്തം അതായിരിക്കട്ടെ. ഒരു മടങ്ങി വരവ്, കുടുംബങ്ങൾക്കൊരു മടങ്ങി വരവ്, മക്കൾക്കൊരു മടങ്ങി വരവ്, നമ്മുടെ സമൂഹത്തിന്, സഭയ്ക്ക് ഒരു മടങ്ങി വരവ്, ബഥേലിലേക്കുള്ളൊരു മടങ്ങി വരവായിരിക്കട്ടെ നമുക്കുള്ള ഒരു വലിയ വാഗ്ദത്തം. എന്ത് സംഭവിച്ചു? 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം 15 മുതൽ 23 വരെ പഠിക്കുമ്പോൾ, അങ്ങനെ ദൈവം ബഥേലിനെ വെറുതെ വിട്ടില്ല. സ്വർഗത്തിൽ ദൂതന്മാർ കയറുകയറുന്ന സ്ഥലം, പ്രാർത്ഥനയുടെ സ്ഥലം, തീരുമാനങ്ങളുടെ സ്ഥലം, ആരാധനയുടെ കുടുംബത്തെ ദൈവം തള്ളിക്കളഞ്ഞില്ല, തള്ളിക്കളയത്തില്ല. പ്രിയ സഹോദര സഹോദരി, നീ പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നെങ്കിൽ, നിന്റെ മാതാപിതാക്കന്മാർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവരാണെങ്കിൽ, നീ നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ഒരിക്കലും 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 ബഥേലിനെ ദൈവം തള്ളിക്കളയുകയില്ല, ബഥേലിനെ ഉപേക്ഷിക്കുകയില്ല. കാരണം അത് ദൈവത്തിൻ്റെ ഭവനമാണ്. എന്ത് സംഭവിച്ചെന്നറിയാമോ? 2 രാജാക്കന്മാർ 23, 15 മുതൽ 23 വരെ പഠിക്കുമ്പോഴോടെ കാണുന്നു, യോശിയ രാജാവ് വന്നു. അദ്ദേഹം ഭരണം ഏറ്റെടുത്തപ്പോൾ
ബഥേലിൽ നിന്ന് വിഗ്രഹാരാധന പൂർണ്ണമായി തുടച്ചു നീക്കി. ബഥേലിന്റെ മഹത്വത്തെ മടക്കിക്കൊണ്ടുവരാൻ നവീകരണ നേതാവായ യോശിയ രാജാവ് മുൻകൈയെടുത്തു. ദൈവം പ്രവർത്തിച്ചു. ദൈവം അദ്ദേഹത്തിന് ശക്തി കൊടുത്തു. കുറെ കാലം കഴിഞ്ഞ് നമുക്കറിയാം, ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ബാബിലോന്യ പ്രവാസത്തിൽ നിന്ന് അവർ മടങ്ങി വന്നപ്പോഴും ചില യഹൂദന്മാർ ബഥേലിൽ പോയി താമസിച്ചു. യെസ്രയുടെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ, നെഹമ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 32-ാം വാക്യത്തിൽ കാണുന്നു. അവിടെ പിന്നെയും താമസം ആരംഭിച്ചു. അങ്ങനെ നമ്മൾ ബഥേൽ ചരിത്രം പഠിക്കുമ്പോൾ ദൈവം തന്റെ ദാസനെ അബ്രഹാമിനെ വിളിക്കുന്നത് മുതൽ, യാക്കോബിന് ദൈവം ദർശനം കൊടുക്കുന്നത് മുതൽ, അങ്ങനെ പല സമയങ്ങളിൽ, പ്രത്യേകിച്ച് ശമൂവേൽ പ്രവാചകന്റെ കാലത്തൊക്കെ പ്രവാചകന്മാരുടെ സ്ഥലമായിട്ടും, എലിശയുടെ കാലത്ത് വലിയ പ്രവാചകന്മാരുടെ സ്ഥലമായിട്ടും ഒക്കെ കണ്ട സ്ഥലമായിരുന്നെങ്കിലും അത് നശിച്ചു പോയെങ്കിലും നാശത്തിൽ ദൈവം വീണ്ടെടുത്ത്, ബൈബിളിലുള്ള വാക്യമാണ്, അവൻ തന്റെ മക്കളെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ വീണ്ടെടുത്ത് മടക്കി കൊണ്ടുവരുന്നു. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ വർഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് മടക്കി തരുമെന്ന വാഗ്ദത്തം പോലെ ദൈവം ബഥേലിനെ മടക്കി കൊണ്ടുവരികയാണ്. 2024 ദൈവം ബഥേലിനെ മടക്കി കൊണ്ടുവന്നതുപോലെ നമ്മയും മടക്കി കൊണ്ടുവരും. ബഥേൽ അംഗങ്ങളെ, നിങ്ങൾക്കൊരു മടങ്ങി വരവ്, ആത്മീയമായൊരു മടങ്ങി വരവ് പരിശുദ്ധാത്മാവ് വരുത്തുന്നു എന്ന് നമുക്ക് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്താണ് നമ്മൾ ബഥേലിൽ നിന്ന് പഠിച്ചത്? ഒരു 7 കാര്യങ്ങൾ വേഗത്തിൽ 7 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് കരുതുകയാണ്. ഒന്നാമത് പറഞ്ഞത്, ബഥേൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം എന്നാണ്. ദൈവം നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ, നിങ്ങളെ, ഇന്ന് ബഥേൽ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, മറ്റാരുമല്ല, ഒരു സ്ഥലമല്ല, നിങ്ങളാണ്. നിങ്ങളെ ദൈവം പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്, ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, അത് ദൈവത്തിന്റെ ഭവനമാണ്, അത് ആരാധനയുടെ സ്ഥലമാണ്, അത് പ്രവചനത്തിന്റെ സ്ഥലമാണ്, അത് പ്രവാചകന്മാരുടെ സ്ഥലമാണ്, അത് ആരാധനയുടെ സ്ഥലമാണ്, അത് പ്രാർത്ഥനയുടെ സ്ഥലമാണ്. ദൈവം നമ്മളെ പ്രാർത്ഥനയിലേക്ക്, ആരാധനയിലേക്ക്, ദൈവിക പ്രവചനത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലേക്ക്, ബഥേലിന്റെ അനുഭവത്തിലേക്ക് മടക്കി വിളിക്കുകയാണ്. ഏലിയാവും എലിശയും അവിടെ പ്രവചിച്ചു. ശമൂവേൽ പ്രവാചകനും കൂട്ടമായി പ്രവചിച്ചു. ദൈവമക്കൾ പ്രവചിച്ചു, ആരാധിച്ചു, പാട്ടുപാടി, സ്തോത്രം ചെയ്തു, നിയമപെട്ടകം കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത സ്ഥലം, ദൈവത്തിന് വേണ്ടി ഇവിടെ ആലയം പണിയുമെന്ന് തീരുമാനമെടുത്ത സ്ഥലം, ആ സ്ഥലത്തിന്റെ അനുഭവം ആരാധനയുടെ അനുഭവമാണ്. ആരാധനയുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ മടക്കി കൊണ്ടുവരികയാണ്. ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും കുറവ് വയ്ക്കണ്ട. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് കുറവ് വയ്ക്കണ്ട. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിന് കുറവ് വയ്ക്കണ്ട. 2024 ബഥേലിന്റെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഉപവാസത്തിന്റെയും സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ മടക്കി കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. മൂന്നാമത്, ഈ സ്ഥലം യെരോബെയാമിന്റെ കാലത്ത് മത്സര്യത്തിന്റെയും വിഗ്രഹാരാധനയുടെയും സ്ഥലമായി വീണുപോയി, അതപ്പതിച്ചുപോയി എന്ന് നമ്മൾ കാണുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള വീഴ്ചകൾ, പരാജയങ്ങൾ കഴിഞ്ഞ നാളുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, നമ്മുടെ തലമുറകൾക്കുണ്ടായിട്ടുണ്ടായിരിക്കാം, അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. വീഴ്ചകൾ, പരാജയങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ വന്നിട്ടുണ്ടായിരിക്കാം. സ്തോത്രം. ബഥേലിന് വന്നു, കാലാകാലങ്ങളിൽ മാറ്റമുണ്ടായി. അയ്യോ, എൻ്റെ പ്രാർത്ഥനയോടെ പോയി, ഞങ്ങളുടെ വീട്ടിൽ നടന്ന കൂട്ടായ്മ എവിടെ പോയി, ആരാധന എവിടെ പോയി, ഞങ്ങളുടെ ആത്മീയത എവിടെ പോയി എന്ന് നമ്മൾ പരിതപിക്കുന്നുണ്ടായിരിക്കാം. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നശിച്ചു എന്ന് ചിന്തിക്കുന്നതായിരിക്കാം. ബഥേലിലും അങ്ങനെ തന്നെ ചിന്തിച്ചു യെരോബെയാമിന്റെ കാലത്ത്. പക്ഷേ ദൈവം തന്റെ മക്കളെ എപ്പോഴും അങ്ങനെ വിട്ടുകൊടുക്കുകയില്ല. ഒരു മടങ്ങി വരവുണ്ട്. സ്തോത്രം. ഒരു മടങ്ങി വരവുണ്ട്. അതാണ് ബൈബിൾ പറയുന്നത്, ഒരു മടങ്ങി വരവുണ്ട്. ആരാധനയ്ക്കായി, സ്തുതിക്കായി, സ്തോത്രത്തിനായി, സാക്ഷ്യത്തിനായി ദൈവം തന്റെ മക്കളെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. ഞാനത് വിശ്വസിക്കുകയാണ്. ആ ആത്മീയ അനുഭവത്തിലേക്ക് ദൈവം മടക്കി കൊണ്ടുവരും. ആ കൃപാവരത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം മടക്കി കൊണ്ടുവരും. ആ ശുശ്രൂഷയിലേക്ക് ദൈവം മടക്കി കൊണ്ടുവരും. ബഥേലിന്റെ അനുഭവത്തിലേക്ക് ദൈവം മടക്കി കൊണ്ടുവരും. 2024 നമുക്കത് വിശ്വസിക്കാം. ആ അത്ഭുതങ്ങൾ നമ്മൾ ഇനിയും കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ചില ദൈവഭക്തന്മാരുടെ ജീവിതം പറഞ്ഞല്ലോ, അതുപോലത്തെ അനുഭവങ്ങൾ ആവർത്തിക്കട്ടെ, ഉണ്ടാകും യേശുവിന്റെ നാമത്തിൽ. ഞാനത് വിശ്വസിക്കുകയാണ്. നാലാമത് എന്താണ് ബഥേലിൽ?
ബഥേലിൽ വലിയ ദൈവത്തിന്റെ ശിക്ഷയുണ്ടായി. ഗോഡ് പണിഷ്ഡ് ബഥേൽ. ദൈവം ബഥേലിനെ ശിക്ഷിച്ചു. ചില ശിക്ഷകൾ, ദൈവത്തിന്റെ ചില ശിക്ഷണ നടപടികൾ, ഡിസിപ്ലിൻസ് ബഥേലിൽ ഉണ്ടാവുകയാണ്. ദൈവം നന്മയ്ക്കായി തൻ്റെ മക്കളെ, ദൈവം സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. ബൈബിളിൽ പറയുകയാണ്, അയ്യോ, സങ്കീർത്തനം 119 പറയുന്നുണ്ട്, 68 71 വാക്യങ്ങളിലൊക്കെ, അയ്യോ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ മടങ്ങി വരുന്നു. അതെ, നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ, നിന്റെ ചട്ടങ്ങൾ പഠിക്കേണ്ടതിന് ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. നമ്മളെ തകർത്തത് പണിയാൻ വേണ്ടിയാണ്. ബഥേലിനെ തകർക്കുകയാണ് ദൈവം, മടക്കി കൊണ്ടുവരികയാണ്. 4. 5, യോശിയാവിലൂടെ ദൈവം ബഥേലിനെ റെസ്റ്റോർ ചെയ്യുകയാണ്, യഥാസ്ഥാനപ്പെടുത്തുകയാണ്, റീബിൽഡ് ചെയ്യുകയാണ്. തകർന്നുപോയ ബഥേലിനെ, നശിച്ചുപോയ ആരാധനയെ, തീർന്നുപോയ ഉപവാസത്തെ, കൂട്ടായ്മകളെ ദൈവം മടക്കി കൊണ്ടുവരികയാണ് ബഥേലിനെ യോശിയാവിലൂടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അതുപോലെ ഒരു മടങ്ങി വരവ് സ്വർഗത്തിലെ ദൈവം തരട്ടെ. 6, ബഥേലിലേക്ക് ദൈവ സാന്നിധ്യം മടങ്ങി വന്നു. ലൂസ് എന്ന സ്ഥലം ബഥേലായതുപോലെ ബഥേലിലേക്ക് ദൈവ സാന്നിധ്യം മടങ്ങി വന്നു. ഗോഡ്സ് പ്രസൻസ് കെയിം ബാക്ക്. ദൈവ സാന്നിധ്യം നിങ്ങളിലേക്ക് മടങ്ങി വരട്ടെ പ്രിയപ്പെട്ടവരെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെല്ലാം നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയാലും, പണമുണ്ടായിരിക്കാം, നേട്ടങ്ങൾ ഉണ്ടായിരിക്കാം, പദവികൾ ഉണ്ടായിരിക്കാം, നമുക്ക് ഉയർന്ന അനുഗ്രഹങ്ങൾ വർഷം തോറും കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ വർഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം, അങ്ങയുടെ സാന്നിധ്യത്തിൽ എനിക്ക് നടക്കണം, മറ്റൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അങ്ങയോട് ചേർന്ന് നടക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വരിക. 7, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇപ്പോൾ ബഥേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണ് ബഥേൽ? ബഥേൽ എന്ന് പറയുന്നത് നിങ്ങളുടെ വീടായിരിക്കാം, നിങ്ങളുടെ ജീവിതമായിരിക്കാം, വ്യക്തിപരമായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമായിരിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്, യു ആർ ദ ഹൗസ് ഓഫ് ഗാഡ്. നിങ്ങളാണ് ദൈവത്തിൻ്റെ ഭവനം. അതാണ് ബഥേൽ. ദൈവത്തിൻ്റെ ഭവനമാണ് ബഥേൽ. നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ സഭ, നമ്മുടെ മിഷൻ ഫീൽഡുകൾ, എവിടെയാണോ ദൈവം വസിക്കുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ ഭവനം. യോഹന്നാൻ 4:24 പറയുന്നു, ശമരിയയിലല്ല, യെരുശലേമിലുമല്ല, ഈ മലയിലല്ല, ആ മലയിലുമല്ല, ഇവിടെയുമല്ല, അവിടെയുമല്ല. പിന്നെ എവിടെയാണ്? അവരവരുടെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന സമയം വരും. നിങ്ങളാണ് ബഥേൽ, ഞാനാണ് ബഥേൽ, നിങ്ങളാണ് ബഥേൽ, നമ്മൾ ഓരോരുത്തരുമാണ് ബഥേൽ. ദൈവ സാന്നിധ്യം നിങ്ങളിലേക്ക് മടങ്ങി വരിക, അല്ലെങ്കിൽ നാം ദൈവത്തിലേക്ക് മടങ്ങി വരികയാണ്. ബഥേലായി തീരാനുള്ള ഒറ്റ വഴി പ്രിയപ്പെട്ടവരെ. ഈ പ്രഭാതത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ ബഥേലിൻ്റെ അനുഭവത്തിലേക്ക് മടക്കി കൊണ്ടുവരണമേ. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നഷ്ടമായതെല്ലാം ദൈവം മടക്കി തരട്ടെ. ആത്മീയ സന്തോഷത്തിലേക്ക് ദൈവം നമ്മളെ മടക്കി കൊണ്ടുവരട്ടെ. പുതിയ അനുഭവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും തന്ന് ഒരു പുതിയ അനുഭവത്തിൽ കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും നടത്തും. കാരണം ദൈവം തൻ്റെ മക്കളെ ഒരു നാളും എന്നേക്കുമായിട്ട് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. നിന്നാപാത്രമാക്കി ദൈവം തീർക്കയില്ല. നിന്ദിച്ചത് മതി, ദുഷിച്ചത് മതി, ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടത് മതി എന്ന് ദൈവം പറയുന്ന ഒരു സമയം തീർച്ചയായിട്ടും വരും. ബഥേലിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം മടക്കിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലമാണ് ബഥേൽ. ആ അനുഭവത്തിലേക്ക് ദൈവം ബഥേലിനെ കൊണ്ടുവരും, നിങ്ങളെ കൊണ്ടുവരും, നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടുവരും, ജീവിതത്തെ കൊണ്ടുവരും. നമ്മൾ അതിനു വേണ്ടി സമർപ്പിക്കണം. തടസ്സമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറാൻ ഏൽപ്പിച്ചു കൊടുക്കണം. യെരോബയാമിനെ പോലെ എന്തെങ്കിലും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവേ, എൻ്റെ ജീവിതത്തെ പണിയണമേ, റിക്രിയേറ്റ് ചെയ്യണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ കർത്താവായ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ബഥേലിനെ കുറിച്ച് ഇന്നത്തെ പകൽക്കാലം കേട്ടിരിക്കുന്നു. കർത്താവേ, അബ്രഹാമിൻ്റെ കാലം മുതൽ ഇന്ന് വരെ എന്താണ് ബഥേലെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അടിയന് തന്ന ചിന്തകൾ അങ്ങയുടെ മക്കളുമായിട്ട് അടിയൻ പങ്കുവച്ചിരിക്കുന്നു. കർത്താവേ, ഇനി പ്രവർത്തിക്കേണ്ടത് അവിടെ നിന്നാണ്. കർത്താവേ, ദൈവമായ കർത്താവേ, ഈ ശബ്ദം കേട്ടുകൊണ്ട് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ ഈ സമയം, ഈ പ്രഭാതത്തിൽ അവരുടെ ജീവിതങ്ങളിൽ ഒരു വലിയ മാറ്റം കൊടുത്ത് അവരെ സമാധാനത്തോടെ അയക്കണമേ എന്ന് അപേക്ഷിക്കുന്നു.
ജീവിതങ്ങളിൽ രൂപാന്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന ഹൃദയങ്ങളെ മുറിവ് കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നിരാശകളെ മാറ്റിക്കൊടുക്കണമേ, വേദനകളെ മാറ്റിക്കൊടുക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, കഴിഞ്ഞ നാളുകൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയത് നിമിത്തം എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, യെരോബെയാമിന്റെ കാലത്ത് ബഥേൽ തകർന്നതുപോലെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് പണിയപ്പെടാൻ, ദൈവ ഇഷ്ടം പോലെ പണിയപ്പെടാൻ ഈ പ്രഭാതത്തിൽ സഹായിക്കണമേ. അതിനായി പരിശുദ്ധാത്മാവേ വരണമേ. ഒരു കാര്യം മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വരും കാലങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം വഹിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. അങ്ങയുടെ സാന്നിധ്യം വഹിക്കുന്നവരാക്കി, അങ്ങയുടെ സാന്നിധ്യം, തിരു സാന്നിധ്യം വഹിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സാന്നിധ്യം വഹിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഈ വചനം പറയുന്ന അടിയനെയും കേൾക്കുന്ന ഞങ്ങളുടെ മക്കളെയും അങ്ങനെ തന്നെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സ്ഥലങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളുടെ ശരീരം അങ്ങനെ മാറ്റണമേ. ഞങ്ങളുടെ സഭകൾ അങ്ങനെ മാറ്റണമേ. ഞങ്ങളുടെ സമൂഹങ്ങൾ അങ്ങനെ മാറ്റണമേ. ഞങ്ങൾ എവിടെ പോയാലും അവിടെയെല്ലാം ദൈവ സാന്നിധ്യത്തിന് സ്ഥലങ്ങളാക്കി മാറ്റണമേ. ലെറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ് കം, ലെറ്റ് ഗോഡ് ഷേഖേന കം ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവേ, പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, സ്തോത്രം. തടസ്സങ്ങൾ, പ്രതികൂലങ്ങളെല്ലാം മാറ്റണമേ. ഓരോരുത്തരും ബഥേലിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അപ്പച്ച അവിടത്തേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ.